ഹായ് ഹലോ വെൽക്കം ടു ഗ്രീൻ ഒയാസിസ് ഗാർഡൻ. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്, ഇതൊരു സെയിൽ വീഡിയോ ആണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് ലേഡി പ്ലാന്റ് ആണ്. ഈ പ്ലാന്റ്സ് വളരെ ബുഷി ആയിട്ട് മുകളിലോട്ട് വളരുന്ന ഒരു പ്ലാന്റാണിത്. നല്ല രീതിയിൽ തന്നെ സൂര്യപ്രകാശത്തെ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റാണിത്. ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലാന്റ്സാണിത്. ഇൻഡോറിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഔട്ട്ഡോറായിട്ട് വളർത്തുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യം. ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മീഡിയം ലെവലിലുള്ള വാട്ടറിങ്ങിനാണ് ഈ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നുള്ളൂ. ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചീഞ്ഞു പോകുന്നതിനൊക്കെ കാരണമാകും. അപ്പോൾ ഈ പ്ലാന്റ്സിന് ഇപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്നോ റോസ് പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള കുഞ്ഞു പൂക്കളെ നിറയെ സമ്മാനിക്കുന്ന ഒരു പ്ലാന്റാണ് ഈ സ്നോ റോസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇലയും പൂവും ഒരുപോലെ ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഒരുപാട് കെയറിങ്ങോ കാര്യങ്ങളോ ഒന്നും വേണ്ടാത്ത ഒരു പ്ലാന്റാണിത്. ഒരുപാട് മഴയൊക്കെ കൊള്ളുന്ന സ്ഥലങ്ങളിൽ നമ്മൾ വെക്കാതിരുന്നാൽ മതി. അപ്പോൾ ഈ പ്ലാന്റ്സിന് ഇപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 45 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ഐവി പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ വെരിഗേറ്റഡ് ടൈപ്പും സാധാ ഗ്രീൻ ടൈപ്പും നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. ക്രീപ്പർ പ്ലാന്റ്സിൻ്റെ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഒരു പ്ലാന്റ്സാണ് ഈ ഐവി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. വളരെ കാലം മുൻപ് മുതൽ തന്നെ ഇതൊരു അലങ്കാര ഒരു പ്ലാന്റ്സായിട്ടും ഉപയോഗിച്ച് വരുന്നുണ്ട്. ഇതിൻ്റെ പ്ലാന്റ്സിന് ഇപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 45 റുപ്പീസാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സിനേരിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഗ്രീൻ ടൈപ്പും ബ്ലൂ ടൈപ്പും നമ്മളടുത്ത് ജിഫിയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹോയ പ്ലാന്റ്സ് ആണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ്. ഏഷ്യൻ സ്വദേശിയാണ് കേട്ടോ ഈ ഹോയ എന്ന് പറയുന്നത്. ഒരുപാട് വെറൈറ്റി പൂക്കൾ നമ്മൾ ഈ ഹോയയിൽ കാണാൻ നമുക്ക് പറ്റും. നമ്മളടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ വൈറ്റും റെഡും യെല്ലോയും ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് ഈ ഹോയ എന്ന് പറയുന്നത്. വളരെ ഭംഗിയുള്ള പൂക്കളായിരിക്കും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുക. അപ്പോൾ ഇതിൻ്റെ ജിഫി പ്ലാന്റ്സ് ഇപ്പോൾ നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 50 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സിങ്കോണിയം പ്ലാന്റ് ആണ്. ഒരു ഇൻഡോർ പ്ലാന്റ് ആയിട്ട് നമുക്ക് പരിപാലിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ സിങ്കോണിയം പ്ലാന്റ് എന്ന് പറയുന്നത്. ശരിയായ വെളിച്ചവും വെള്ളവും ഒക്കെ ഈർപ്പവും എന്നിവയൊക്കെ നിലനിർത്തുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വളരുന്ന ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ വാട്ടറിങ് എന്ന് പറയുന്നത് ഇതിൻ്റെ മണ്ണ് ഉണങ്ങുന്നതിനനുസരിച്ച് മാത്രം ഇതിന് നനച്ചു കൊടുത്താൽ മതിയാവും. അമിതമായിട്ടുള്ള നനവ് ഇതിന് ഈ പ്ലാന്റ്സിനെ വളരെ ദോഷകരമായിട്ട് തന്നെ ബാധിക്കും. നേരിട്ടുള്ള സൂര്യപ്രകാശത്തെ ഈ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ നല്ല നീർവാർച്ചയുള്ള മണ്ണായിരിക്കും ഇതിനകത്ത് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. ഈ പ്ലാന്റ്സിന് ഇപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 90 രൂപയാണ്. നെക്സ്റ്റ് നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് പീസ് ലില്ലി പ്ലാന്റ് ആണ്. നല്ല മനോഹരമായ പച്ച ഇലകളും നല്ല വെളുത്ത പൂക്കളും നൽകുന്ന ഒരു പ്ലാന്റ്സാണ് ഈ പീസ് ലില്ലി പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഇതിനകത്ത് കാണിച്ചിരിക്കുന്ന ഈ വെള്ള പൂക്കൾ ഒരുപാട് കാലം കേടുകൂടാതെ നീണ്ടു നിൽക്കുന്ന പൂക്കളാണ്. ഈ പ്ലാന്റ്സ് കുറഞ്ഞ വെളിച്ചമുള്ള സാഹചര്യങ്ങളിലും വളരെ നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നൊരു പ്ലാന്റ്സാണ്. ഇതിനിപ്പോൾ നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് 100 രൂപയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയറും ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും രേഖപ്പെടുത്താൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ്സിന് ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം. അതുവഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബായ്.